ഹായ് അസ്സാം വലൈക്കും. നമുക്ക് ക്യാബേജ് ബജി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് ചെറിയൊരു സവാള നീളത്തിലരിഞ്ഞതും 2 വലിയ പിടി ക്യാബേജ് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണേലും ക്യാബേജ് കൂടുതലും സവാള കുറച്ചും ആയിരിക്കണം. സവാള ജസ്റ്റ് ഒരു ടേസ്റ്റിന് മാത്രം ചേർത്താൽ മതി കേട്ടോ. ക്യാബേജാണ് കൂടുതലും എടുക്കേണ്ടത്. അതിനാവശ്യമായിട്ട് ഉള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് ക്യാബേജ് ബജിക്കുള്ള ആവശ്യമായ ഉപ്പും ആവശ്യത്തിന് മുളക് പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ വലിയ 2 സ്പൂൺ കടലമാവാണ് കൂടുതലും ഇതിന് ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടി ചേർത്തിരിക്കുന്നത്. അതിലേക്ക് കോൺഫ്ലവർ പൊടി 1 സ്പൂൺ. അപ്പോൾ വലിയ 2 സ്പൂൺ കടലമാവാണെങ്കിൽ അതിൻ്റെ നേരെ പകുതി കോൺഫ്ലവർ പൊടി എടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി, ഒന്ന് മുരുമുരാന്നിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഞാനിത് കായം ചൂടുവെള്ളത്തിലിട്ടിട്ട് ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ആണെങ്കിൽ സാദാ പൊടി ഇട്ട് കൊടുത്തിട്ട് കായത്തിൻ്റെ ടേസ്റ്റിനനുസരിച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് സാദാ പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിരുമ്മി പിടിക്കണേ. എന്നാലേ ഉള്ളൂ ആ ഒരു കടലമാവും ഈ ഒരു ക്യാബേജും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് അതിൻ്റെ ടേസ്റ്റ് കായമൊക്കെ നന്നായിട്ട് പിടിക്കണ്ടേ. അതുപോലെ എരിവൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ബജി പൊരിക്കുന്നതിന് മുമ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിനൊരു അളവൊന്നുമില്ല. ചിലരുടെ മുളക് പൊടി നല്ല എരിവായിരിക്കും, ചിലരുടെ കുറവായിരിക്കും. വേണമെങ്കിലുണ്ടല്ലോ വറ്റൽമുളക് കട്ട് ചെയ്തിടാം, ഇല്ലെങ്കിൽ പച്ചമുളക് അരിഞ്ഞിടാം. ഞാനിതൊന്നും ഇട്ട് കൊടുത്തില്ല. ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് ബജിക്ക്. അപ്പം ഞാൻ നോക്കിയപ്പം കുറച്ചൊരു വെള്ളം കൂടുതൽ പോലെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കടലമാവും അതുപോലെ അതിൻ്റെ കുറച്ച് നമ്മൾ കോൺഫ്ലവർ പൊടിയും കൂടി ചേർത്താൽ നന്നായിരിക്കും. അപ്പം അതിനൊരു അളവൊന്നുമില്ല. നമ്മൾ ഈ ക്യാബേജ് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനൊരു വെള്ളം, ഈ ഉള്ളിയുടെയൊക്കെ വെള്ളം ഇറങ്ങിക്കഴിയുമ്പം ചിലപ്പം കുറച്ച് വെള്ളാംശം കൂടുതലുള്ള പോലെ തോന്നും. അത് നിങ്ങൾ ആ അളവ് നോക്കിയിട്ട് എന്തായാലും അതിലേക്ക് മാവ് ചേർക്കുക. അതെന്ന് വെച്ചാൽ ഏത് പൊടി, നമ്മുടെ കടലമാവാണ് ഏറ്റവും കൂടുതൽ ചേർക്കേണ്ടത്. അതിന് ചേർക്കുമ്പോൾ അതിൻ്റെ പകുതിയോ കാൽഭാഗമോ കോൺഫ്ലവർ പൊടി ചേർക്കുക. കോൺഫ്ലവർ പൊടി ഇല്ലെന്ന് വെച്ച് ഉണ്ടാക്കാതിരിക്കേണ്ട. അരിപ്പൊടി ചേർത്താലും നല്ല മുരുമുരാന്ന് കിട്ടും, ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പം എല്ലാം ഈ ഒരു ടേസ്റ്റിന് വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ നമുക്ക് കോരിയിടാൻ പാകത്തിന് നമുക്ക് ഈ ഒരു മിക്സ് ഇടണം. അപ്പോൾ എല്ലാവർക്കും കറക്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ ഈ ഒരു മിക്സ് കുറേശ്ശെ നമ്മുടെ ഉള്ളിവട പൊരിക്കുന്ന പോലെ, ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഒരുപാട് എണ്ണയല്ല എന്നാലും മുങ്ങി പൊരിക്കുന്ന രീതിയിൽ ഒന്ന് പൊരിച്ചെടുക്കുക. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റിയാണ്, കൂടാതെ നല്ല ഹെൽത്തിയാണ്. ഒരു ലീഫി വെജിറ്റബിൾ അല്ലേ ക്യാബേജ്. അപ്പോൾ ആ ഒരു പ്രോട്ടീൻ എല്ലാം കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും. നല്ല ചായക്ക്, നല്ല കട്ടൻ ചായയുടെ കൂടെ മഴ സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, സോസും കൂട്ടി. അപ്പോൾ ക്യാബേജ് നമ്മൾ ഉള്ളിവട പോലെ ഉണ്ടാക്കി കഴിക്കണം. അത് മിക്സുകളെല്ലാം ആ ഒരു കറക്റ്റിന് ഉണ്ടാക്കി എടുത്താൽ നല്ലതായിരിക്കും. ഒരുപാട് കറക്റ്റ് അളവൊന്നുമില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏകദേശം ആ ഉള്ളിവടയുടെ അതേ ഇൻഗ്രീഡിയൻസും അതെന്ന് വെച്ചാൽ ഉള്ളിക്ക് പകരം നമ്മൾ ക്യാബേജ് ആണെന്നേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും ഹൈറും ബർക്കത്തും റിസ്ക്കും ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. സന്തോഷമുള്ളൊരു ദിവസം ഉണ്ടാവട്ടെ. അതുപോലെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കാരണം എൻ്റെ കലത്തപ്പത്തിനൊക്കെ നല്ല വ്യൂസ് ഉണ്ട്. നല്ല വ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് താങ്ക്സ്. അത്രയ്ക്കും സന്തോഷമുണ്ട് നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.